ഭാര്യമാരായിരിക്കുന്ന ആളുകളെല്ലാം ഞങ്ങൾക്കത് കിട്ടണം ഇത് കിട്ടണമെന്നെല്ലാം ഭർത്താവായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെലവിന്റെയും മറ്റുള്ളയും കാര്യങ്ങൾ ആവശ്യപ്പെട്ട് നബിയെ ബുദ്ധിമുട്ടാക്കി. ആ ബുദ്ധിമുട്ടാക്കിയതിനെ തുടർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വ്യസനം നേരിടുമ്പോൾ വ്യസനമുണ്ടാകുന്ന അവസരത്തിൽ അല്ലാഹു തആല ആ വ്യസനം തീർത്തു കൊടുക്കുകയും നബിയുടേതായിരിക്കുന്ന തൃപ്തി കടത്തപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല നബിയെ സമർപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അസാറപ്പൂവും തന്നെക്കുന്ന അതുവാദൻ ഹൈറം നിൽക്കുന്ന മുസ്ലിമാത്തിൽ മുഅ്മിനാത്തിൽ ഖാലിസാത്തിൽ തായിബാത്തിൽ ആബിദാത്തിൽ സായിഹാത്തിൽ സയ്യിബാത്തിൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മുഖേന നബിയെ പൊരുത്തപ്പെടിക്കുന്നത്, സമാധാനിപ്പിക്കുന്നത്, തൃപ്തിപ്പെടിക്കുന്ന ബഹുമാനപ്പെട്ട നബിയെ അസാറപ്പൂവും തല്ലക്കുന്ന പെണ്ണുങ്ങളെ, നബിന്റെ ഭാര്യമാരായിരിക്കുന്ന സ്ത്രീകളെ, നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലാഖ് ചെല്ലുന്ന പക്ഷം അസാറപ്പൂവിൽ തല്ലക്ക് പിന്നാലെ നിങ്ങളെ തലാഖ് ചെല്ലിയാൽ ബഹുമാനപ്പെട്ട നബിന്റെ റബ്ബായേക്കാം അല്ലാഹു തആല ആ റസൂലിനക്ക് നിങ്ങളെക്കാൾ ഗുണവതികളായിരിക്കുന്ന ഭാര്യമാരെ കൊടുക്കുന്നവനായേക്കാം. മുസ്ലിമാത്തിൽ മുഅ്മിനാത്തിൽ ഖാലിസാത്തിൽ തായിബാത്തിൽ ആബിദാത്തിൽ സായിഹാത്തിൽ സയ്യിബാത്തിൽ സ്ത്രീ വിഭാഗത്തിലുണ്ടാവാൻ പോകുന്ന ഏറ്റവും ഗുണകരമായിരിക്കുന്ന 89 സിഫത്തുകൾ പരിശുദ്ധം എന്ന് എണ്ണിക്കൊണ്ട് നിങ്ങളെക്കാൾ ഈ ജാതിയായിരിക്കുന്ന ഗുണങ്ങളുള്ള, ഈ ജാതിയായിരിക്കുന്ന മഹത്വങ്ങളുള്ള, ഈ ജാതിയായിരിക്കുന്ന മേൽമസ്ഥാനമുള്ള പെണ്ണുങ്ങളെ നബിക്ക് അല്ലാഹു തആല കെട്ടിച്ചു കൊടുത്തേക്കാം. നബിന്റെ ഭാര്യമാരായിരിക്കുന്ന ഹള്ളും അവകാശങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതല്ലാതെ നബിക്ക് അതുകൊണ്ടൊന്നും തന്നെ വരാൻ പോകുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട നബിയെ ബുദ്ധിമുട്ടാക്കിയ, വിഷമത്തിലാക്കിയിരുന്ന ഭാര്യമാർ നബിയെ ബുദ്ധിമുട്ടാക്കിയപ്പോൾ നബിയെ സമാധാനിപ്പിച്ചുകൊണ്ട്, നബിയെ തൃപ്തിപ്പെടിച്ചുകൊണ്ട്, നബിന്റെ പൊരുത്തത്തിന് വേണ്ടി അപ്പോൾ നബിന്റെ പൊരുത്തം കരുതിപ്പോയി, നബിന്റെ തൃപ്തി കരുതിപ്പോയെങ്കിൽ അത് ചെറുക്കാരെന്ന് പ്രഖ്യാപിച്ച മുജാഹിദിയെ നിങ്ങളുടെ ഭാഷയിൽ അള്ളയും മുസ്ലിക്കല്ലേ? നിങ്ങൾ ആരെയാ ചെറുക്കുന്ന ഒഴിവാക്കുക? നിങ്ങൾ ഈ ചെറുക്കിന്റെ ഈ കൂട്ടറായിരിക്കുന്ന ഈ ചെറുക്ക് വാദം എവിടെ പെട്ടാൽ നിങ്ങൾ ഇറക്കി വെക്കുക? ഇത് ഇറക്കി വെക്കാൻ 2 അത്താഴൊന്നും പോലെയാണ്. 100 അത്താഴുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇറക്കി വെക്കാൻ സാധ്യമല്ലല്ലോ. ഞങ്ങൾ മുസ്ലിക്കാർക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റൂല. ബഹുമാനപ്പെട്ടതായിരിക്കുന്ന നബിയുനാ റസൂലുള്ളാഹി നബിയും വേണ്ട, നബിന്റെ തൃപ്തിയെ കരുതിപ്പോയതിന് വേണ്ടി മോറായവരും വ്യത്യാസപ്പെട്ടവരാണപ്പോ അവസാന അവന് ഭാഗങ്ങൾ വേണ്ട, അവന് സ്ഥലങ്ങളില്ല എന്നെല്ലാ ഭാഗങ്ങളിലും സ്ഥലങ്ങളിൽ മുഴുവനും പടച്ചവൻ അവനാണ്. അപ്പോൾ അവൻ ഈ ഭാഗങ്ങളും സ്ഥലങ്ങളും കാലങ്ങളും ഉണ്ടാകുന്നതിനെയും മുന്നിലുള്ളവനാണ്. അതുകൊണ്ട് അവന് സ്ഥലങ്ങൾ വേണ്ട. ഈ വിശ്വാസം നമുക്കേ ഉള്ളൂ. മറിച്ച് വഹാബികൾക്കും ജമാഅത്തെ ഇസ്ലാമികൾക്കും അല്ലാഹു തആല ഒരു മനുഷ്യരൂപത്തിൽ തന്നെയുള്ളവനാണെന്നും അവൻ ആകാശത്തിന്റെ മേലിൽ ഇരിക്കുന്നവനാണെന്നും ഇത്തരത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസമുള്ളതായിരിക്കുന്ന വഹാബി മൗത്ത് ഒഴിവാക്കാൻ വാസ്തവത്തിൽ കഅബത്തിനുള്ളിൽ അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചേക്കാം. പക്ഷേ അനുഭവത്തിൽ അവരവർ വിശ്വസിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, അറിയുന്നില്ല. ആകയാൽ കഅബത്തിനുള്ളിൽ അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടല്ല ആരെന്തെങ്കിലും കഅബത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ശരീരത്തെ റബ്ബിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണത് കഅബത്തിലേക്ക് തിരിയുന്നത്? ചിന്തിച്ചു കൊള്ളണം. എന്നിട്ട് നിങ്ങൾ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ എന്ന് വെച്ചാൽ ഈ പ്രഖ്യാപിക്കുന്ന നമ്മൾ മുസ്ലിക്കാരെന്ന് ഉപദേശിക്കുന്ന പ്രഖ്യാപിക്കുന്ന മൗലവിനെ പഠിപ്പിച്ച ഗുരുനാഥനടക്കം, ആ മൗലവിന്റെ ഉമ്മയും ബാപ്പയും അടക്കം, ഉപ്പാപ്പയും പൂർവികന്മാരടക്കം ലോകത്ത് കഴിഞ്ഞു കിടന്ന 1300 കൊല്ലത്തോളം കഴിഞ്ഞു കിടന്ന സർവ്വമുഅ്മിനീങ്ങളെയും മുസ്ലിക്കാരെന്ന് പ്രഖ്യാപിക്കുന്ന ഈ ആളുകൾ പ്രഖ്യാപിക്കുന്ന ചുരുക്കിന്റെ കാരണങ്ങൾ അല്ലാഹു തആലയുടെ റസൂലിനെ തൃപ്തി കരുതിയത് കൊണ്ട് മുസ്ലിക്കായി പോയി, അല്ലാഹു അല്ലാത്തവരെ പറഞ്ഞത് കൊണ്ട് മുസ്ലിക്കായി, അല്ലാഹു അല്ലാത്തവർ വിളിച്ചത് കൊണ്ട് മുസ്ലിക്കായി, അല്ലാഹു അല്ലാത്തവർക്ക് കൂലി കിട്ടുമെന്ന് കരുതിയത് കൊണ്ട് മുസ്ലിക്കായി എന്നിത്യാദി ശിർക്ക് കാര്യങ്ങളാണ് നമ്മളെ കാഫിറാക്കുന്നതെങ്കിൽ ആ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ടവരെ 5 നിസ്കാരത്തിൽ കഅബത്തിലേക്ക് തിരിയുന്നതിന്റെ ഉള്ളിൽ കടും ശിർക്കുണ്ടോ എന്ന് അവർ മനസ്സിലാക്കട്ടെ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി നബിയെ തൃപ്തിപ്പെടിക്കുവാനാണ് കഅബത്തിലേക്ക് തിരിയുന്നത്. നബിന്റെ പൊരുത്തം കിട്ടാറാ വേറെ ഒന്നുമില്ല, വേറെ യാതൊന്നിനുമല്ല. നബിന്റെ തൃപ്തി കഴിഞ്ഞത് കൊണ്ട് 15 മൗലൂദ് ശിർക്കായി പോയി.
അള്ളാഹുവിന് ചെയ്യുന്ന വിവാദത്തായ സദഖ ദാനധർമ്മങ്ങൾ നബിന്റേതായിരിക്കുന്ന പേരിലായിപ്പോയത് കൊണ്ടും വൈദ്യശേഖന്റെ പേരിലായതുകൊണ്ടും അവർക്ക് കൂലി കിട്ടാൻ വേണ്ടിയായതുകൊണ്ടും ശിർക്കായി എന്ന് വാദിക്കുന്ന വാദഗതിക്കാരി, നിങ്ങൾ നാളെ മുതൽക്ക് ദൈവത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കരുത്. നിങ്ങളുടെ വാദഗതി അനുസരിച്ച് ശിർക്കിന്റെ കട്ടിയാണത്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം ഖാലല്ലാഹു അസ്സ വജൽ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ ശരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു ഹിജ്റയുടെ വെളിപ്പെട്ട് മക്കയിൽ വെച്ച് നിസ്കരിക്കാറുള്ളത്. സഹീഹ് ബുഖാരിയിൽ കാണാം. അങ്ങനെ മദീന ശരീഫിലേക്ക് ഹിജ്റ ചെയ്ത ശേഷം 16-17 മാസങ്ങളിൽ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് ഖിബ്ലയാക്കിക്കൊണ്ട് ബൈത്തുൽ മുഖദ്ദിസിലേക്കായി നബി നിസ്കരിച്ചു. ബുഖാരിയിൽ കാണാം. ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദിസിലേക്കായി നിസ്കരിക്കുന്ന കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് കണ്ണുമലർത്തിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. ബുഖാരിയിൽ കാണാം. ആ സമ്പ്രദായത്തെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു തആല ഇറക്കുന്ന പരിശുദ്ധ ഖുർആൻ അതിനായ തീർച്ചയായും നമ്മൾ കാണുന്നുണ്ട്. തഖല്ലുബ വജ്ഹിക ഫിസ്സമാഅ, അവിടുത്തെ മുഖത്തെ ആകാശത്തിലേക്കായി തിരിച്ചു മറിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഫലനുവല്ലിയന്നക, ബഹുമാനപ്പെട്ട നബിയെ തീർച്ചയായും നമ്മൾ തങ്ങളെ തിരിച്ചു തരാൻ പോകുന്നു. ഖിബ്ലതൻ തർദാഹ, തങ്ങൾ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന കഅബത്തിലേക്ക്, തങ്ങൾക്കുള്ള ഇഷ്ടം കഅബ ശരീഫിലേക്ക് തിരിയലാണെങ്കിൽ ആ ഇഷ്ടം തങ്ങൾക്ക് പൂർത്തിയാക്കി തരാൻ പോകുന്നു. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അതുകൊണ്ട് നബിയെ അവിടുത്തെ ഇഷ്ടം പൂർത്തിയാക്കുവാനായി മസ്ജിദുൽ ഹറാമിന്റെ ഭാഗം കഅബത്തിലേക്ക് തിരിഞ്ഞു കൊള്ളണമെന്ന ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ മുഖേന ആരംഭത്തിന്റെ പൊരുത്തം കിട്ടുവാനായി, ആ തൃപ്തിക്ക് വേണ്ടിയായി കഅബത്തിലേക്ക് തിരിയാൻ നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു. ബഹുമാനപ്പെട്ട നബിക്ക് അതാണ് പൊരുത്തമെങ്കിൽ, നബിന്റെ തൃപ്തി അതാണെങ്കിൽ ആ തൃപ്തി കരസ്ഥമാക്കുവാൻ വേണ്ടി നബിയോടും ആ നബിന്റെ സമുദായം ഉമ്മത്തിയുമായിരിക്കുന്ന നമ്മളോട് ആ നബിന്റെ പൊരുത്തം കിട്ടുവാനായി നമ്മളോടും ബഹുമാനപ്പെട്ട കഅബത്തിലേക്ക് തിരിയുവാനായി കൽപ്പിച്ച കൽപ്പനയാണെന്ന് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ നമ്മളോട് വിളിച്ചോടുമ്പോൾ ഈ രണ്ടാമതും കഅബത്തിലേക്ക് തിരിക്കാൻ വേണ്ടി വന്ന കൽപ്പനന്റെ അസ്റാറുകളും ഹിക്മത്തുകളും എന്ന കൂട്ടത്തിൽ 2-3 കാര്യങ്ങളും ഇതിൽ ഒന്നാമത്തതായി ബഹുമാനപ്പെട്ട വൈഭാവിയിൽ നബിന്റെ തൃപ്തി ഒരുമിച്ച് കൂട്ടലാണ്. രണ്ടാമതും കഅബത്തിലേക്ക് തിരിയാനുണ്ടായ കാരണത്തിൽ ഏറ്റവും മുൻഗണനയായി ഒന്നാമതായി വൈഭാവിയിൽ തഫ്സീർ വൈഭാവിയിൽ എണ്ണീതൊന്നും അത് ഞാൻ എന്റെ സുഹൃത്തുക്കളായിരിക്കുന്ന സുന്നികൾക്ക് അറിയിക്കുകയാണ്. മുജാഹിദിന്റെ മുന്നിൽ വൈഭാവി വേണ്ട തഫ്സീറുകളൊന്നും തന്നെ വേണ്ട. പരിശുദ്ധ ഖുർആനിൽ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ, തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് കഅബത്തിലേക്ക് തിരിയാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്നതെന്ന് കഅബത്തിലേക്ക് തിരിയതിന്റെ രഹസ്യം. അപ്പോ 15 മൗലൂദ് ഓതുന്നതിൽ നബിന്റെ പൊരുത്തം കരുതിപ്പോയതിനാൽ ശിർക്ക് വരും എന്നതുകൊണ്ട് 15 മൗലൂദ് ശിർക്കാക്കിയ നേതാവേ, നിന്റെ ബാക്കിയും പരിശുദ്ധ ഖുർആൻ പറയുന്ന കഅബത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നത് നബിന്റെ പൊരുത്തം കിട്ടുവാനാണെന്ന്. ആ അടിസ്ഥാനത്തിൽ കഅബത്തിലേക്ക് തന്നെ നിസ്കാരം നിനക്ക് ശിർക്കാവുകയില്ലേ? നീ മുശ്രിക്കാവുകയില്ലേ? നിന്റെ തൗഹീദിന്റെ കൂട്ട മൂത്ത കൊണ്ട് നീ ഇത് ശിർക്കാക്കാതെ നിനക്ക് ബിസ്മില്ലി കോഴിനകത്ത് ഭക്ഷണം കൊടുക്കുന്ന വൈദ്യശേഖന്റെ പേരിൽ അവരെ തൃപ്തിക്ക് വേണ്ടിയായി ബിസ്മില്ലി കോഴിനകത്ത് ഭക്ഷണം ഉണ്ടാക്കി സാധുക്കൾക്ക് സദഖ അത് ശിർക്കാണെന്ന് പ്രഖ്യാപിക്കുന്ന നീ അല്ലാഹുവല്ലാത്തവർക്കുള്ള തൃപ്തി കരുതുന്നുണ്ട് എന്ന കാരണത്തിനാൽ ശിർക്കാക്കിയ നേരത്തെയും അറിവിലും ശിർക്കാക്കിയവർക്ക് കഅബത്തിലേക്ക് നിസ്കരിക്കാൻ സാധ്യമാണ്. അല്ലാഹുവിനക്ക് കഅബത്തിലേക്ക് തിരിയാൻ പാടില്ല. ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ബഹുമാന സഹോദരന്മാരെ, സെൽസബീലിൽ നിന്ന് നബിന്റെ തൃപ്തി കരുതുന്നത് കൊണ്ട് അതിൽ ശിർക്കുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ടവരെ, ലോകത്ത് അല്ലാഹു തആല കൽപ്പിച്ചതായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എല്ലാ ഇബാദത്തുകളെക്കാളും ഏറ്റവും മുന്നിലുള്ളത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അവിടുത്തെ തൃപ്തി കരസ്ഥപ്പെടുത്തലാണ്. ആ തൃപ്തി കരസ്ഥപ്പെടുത്തുന്നതിനേക്കാൾ വലുതായിരിക്കുന്ന ഇബാദത്ത് ബഹുമാനപ്പെട്ട ഇസ്ലാമിൽ മറ്റൊന്നില്ല എന്നല്ല. ആരംഭ റസൂലുള്ളാഹി കുല്ലുഹും യഖ്ലുബൂന ബിമാഇ വലാ യഖ്ലുബു ബിമാ ഖാല മുഹമ്മദ്
ഭാര്യയും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തിയെ കരുതുന്നു. നബിയെ പൊരുത്തപ്പെടിയിക്കുന്ന പ്രവൃത്തികളാണ് അല്ലാഹു തആല നിന്നെയും കരുതുന്നത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ നബിന്റെ പൊരുത്തം കരുതിപ്പോയാൽ അത് ശിർക്കിന്റെ വഴിയാണെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ അള്ളയും മുസ്ലിക്കല്ലേ. ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളയും കൂട്ട് കാരണം നബിജിയാണ് നബിയെ കൊള്ളാൻ തുറകി മനസ്സാവും നിന്നില്ല തുറകിയിലേക്കണം തെറ്റാവൂ ومن ابتغيت ممن نظرت فلا جناح عليك قال الله عز وجل. ഒരായ പറഞ്ഞു ബുഖാരിയിൽ മുജാഹിദേ നിനക്ക് കണ്ണുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ചവരാരുമില്ല. ശരി, നീ പഠിച്ചവരല്ലേ, എന്നാൽ നിനക്ക് കണ്ണുണ്ടെങ്കിൽ നോക്കിയാ തിരികെ എടുത്തു നോക്ക്. ബുഖാരി തുറകിയിലേക്കത്താവുന്നില്ല. നബിയെ അവരുടെ ഭാര്യമാരിൽ ഇഷ്ടപ്പെട്ടവരെ ചിന്തിക്കത്തോളെ തുറകിയിലേക്കവൻ തെറ്റാവും. അവരെ ഇഷ്ടപ്പെട്ടവരെ തങ്ങൾ അളച്ച് കുട്ടിക്കോട് പ്രവർത്തിക്കുന്നു. മണിമത്തവൈത്ത നിമ്മൻ നഗർത്ത തങ്ങൾ വേണ്ടാതെ വെച്ച പെണ്ണിന്റെ അടുക്കിലേക്ക് വേണമെങ്കിൽ പൊയ്ക്കോളൂ. 2-3 ഭാര്യമാരുള്ള നമുക്ക് നബിന്റെ ഉമ്മത്തികളായ ആളുകൾക്ക് 4 ഭാര്യമാരെ വരെ വെക്കാം വളരെയേറെ നിബന്ധനയ്ക്ക് വിധേയമായി. അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ രാവിലെ ഓഹരി ചെയ്യേണ്ട കടമയുണ്ട്. ഒരു ദിവസം എന്നിങ്ങനെ ഓടി വെക്കാണെങ്കിൽ ഒരു ഭാര്യ